ഹായ് ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്ന വളരെ ക്വിക്കായിട്ടുള്ള റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അതിന് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ എന്ത് ഗൈഡൻസ് ആണ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട്. ലെറ്റ് ഗോ. ആരൊക്കെ എന്തൊക്കെ കാര്യം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിട്ടുകളയാൻ പറ്റാതെ. അതിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സംതിങ് പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് വളരെ ടോക്സിക് ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കുറേ റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്നതാണ്. ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ അതിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മുന്നോട്ട് പോകും തോറും വളരെയധികം ടോക്സിക് ആകുക മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഫിനാൻഷ്യലി തന്നെ മേ ബി ലോസ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. കുറേ പേർക്കൊക്കെ യൂണിവേഴ്സലായിട്ട് തന്നെ വളരെയധികം സൈന് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് മാറണം. പക്ഷെ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ ഒന്ന് സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ വളരെയധികം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതായത് പെട്ടെന്ന് എടുത്ത് ചാടി നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, പതുക്കെ അതിനെപ്പറ്റി പതുക്കെ മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ അത് മാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിനേക്കാളും വേറെ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് വരുന്നതാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അത് നിങ്ങൾ എപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നു, അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങളെ തേടി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഏഞ്ചൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസ് വരുന്നത്. ഓക്കെ.